ഇന്ന് നല്ല ഒരു ചേനപ്പൂ കിട്ടിയിട്ടുണ്ട്. അത് വെച്ച് നമുക്കൊരു തോരൻ ഉണ്ടാക്കിയെടുക്കാം. അതിന് വേണ്ടി നമുക്ക് ആദ്യം ചേനപ്പൂ നല്ലതായിട്ട് ഒന്ന് കഴുകി വൃത്തിയാക്കി എടുക്കണം. നന്നായി കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് നമുക്ക് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് കുറച്ച് ചെറിയുള്ളിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ചെറിയുള്ളി ചെറുതായി അരിഞ്ഞ് ചേർത്തിട്ടുണ്ട്. എരിവിനനുസരിച്ചുള്ള കാന്താരി മുളക് ചേർത്ത് കൊടുക്കാം. അതിലേക്ക് കുറച്ച് തേങ്ങ ചിരണ്ടിയത് കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് മാറ്റി വയ്ക്കാം. അതിനുശേഷം നമുക്കൊരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടായി വരുമ്പോൾ കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ജസ്റ്റ് ഒന്ന് കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കടുക് പൊട്ടി വരുമ്പോൾ നമുക്ക് കുറച്ച് ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമ്മുടെ ചേനപ്പൂ ചേർത്ത് കൊടുക്കാം. ചേനപ്പൂ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ച് വേണം നമ്മൾ വേവിച്ചെടുക്കാൻ. വെള്ളമൊന്നും നമ്മൾ ചേർത്ത് കൊടുക്കുന്നില്ല. നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഐറ്റമാണ്. ചൂടുള്ള കഞ്ഞിയുടെ കൂടെയൊക്കെ കഴിക്കാൻ അടിപൊളി ഒരു ഐറ്റമാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമുക്ക് എപ്പോഴും ഒന്നും ചേനപ്പൂ കിട്ടില്ല. കിട്ടുന്ന സമയത്ത് എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇനി നമുക്കതൊന്ന് അടച്ച് വെച്ച് മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ച് നമുക്ക് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം. അടി പിടിച്ച് പോവാതെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ നമ്മുടെ ചേനപ്പൂ തോരൻ ഏകദേശം റെഡി ആയിട്ടുണ്ട്. നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.